കുലുക്കല്ലേ, ഞങ്ങൾ താഴെ വീഴും. കുട്ടികളെ, അങ്ങനെ കുലുക്കല്ലേ, ഞങ്ങൾ താഴെ വീഴും. കുട്ടികളെ, അങ്ങനെ കുലുക്കല്ലേ, ഞങ്ങൾ താഴെ വീഴും. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അപ്പൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീ. 4 മാസത്തിൻ മുൻപിൽ വേറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. സുഹറ, നീ മൂളാത്തതെന്താ? മൂളുന്നുണ്ടല്ലോ. പിന്നെ ചെറുക്കൻ എന്തിനാ എന്നെ നീന്ന് വിളിക്കുന്നത്? സുഹറ, നീ എന്തിനാ എന്നെ മാന്തിയത്? എന്നെ ചെറുക്കൻ നീന്ന് വിളിച്ചതോ? എപ്പോ? ഞാൻ വിളിച്ചില്ല. ഇപ്പൊ വിളിച്ചതോ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമേ കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. എന്ത് രസമായിരിക്കും ഇത് വായിക്കാൻ, അല്ലേ? പാട്ടും കളിയും ഒക്കെ ഉണ്ടാകും, അല്ലേ? ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നു, അവന്റെ നല്ലൊരു കഥാപുസ്തകമായിരുന്നു. അത് അവന്റെ സ്കൂളിൽ മാഷ് വായിക്കാൻ കൊടുത്തതാ. എന്നിട്ട് നിനക്കത് വായിക്കണ്ടല്ലോ. എവിടെ? അവൻ കായലോടെ വായി തന്നെ. അവന്റെ മാഷ് എന്ത് നല്ല മാഷല്ലേ. എപ്പോഴും കഥാപുസ്തകം വായിക്കാൻ മതി. എന്റെ സുജാത ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ ഒത്തിരി പുസ്തകങ്ങൾ. ഞാൻ ചോദിച്ചോ കുട്ടികളുടെ പുസ്തകം എന്ന് പറയും. സുജിത്ത് ഒരു പുസ്തകം കൊണ്ടുവന്ന് വീട്ടിൽ വായിക്കാൻ പറ്റും. അവിടെ സുഹൃത്ത് കൊടുത്തതാ. അവരുടെ കഥ വായിക്കാനല്ലേ എന്നും പറഞ്ഞ് തലക്കറി പിന്നെ മൂപ്പരൊരിടത്ത് വായന തുടങ്ങി. സുജിത്തിന്റെ പക്ഷേ നമുക്ക് പുസ്തകം തരുന്നില്ലല്ലോ മാഷ്. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നമ്മുടെ ബഹുമാനപ്പെട്ട PTA നമ്മുടെ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കാനായി പുതിയൊരു അലമാര സംഭാവന ചെയ്തിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നമ്മുടെ ബഹുമാനപ്പെട്ട PTA നമ്മുടെ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കാനായി പുതിയൊരു അലമാര സംഭാവന ചെയ്തിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നമ്മുടെ ബഹുമാനപ്പെട്ട PTA നമ്മുടെ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കാനായി പുതിയൊരു അലമാര സംഭാവന ചെയ്തിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. മലയ പുലയന മാട
മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതകക്കൂപ് മുളച്ചു വന്നു. മലയപ്പുലയൻ ആ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ. നിങ്ങളെ എല്ലാവരും വരൂ. വരുന്നേ. ഇനി എല്ലാവരും കൈയെടുത്തു. നമ്മുടെ സ്കൂളിലെ പുതിയ അലമാരയുടെ ഉദ്ഘാടനം ഇതാ കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഉദ്ഘാടനങ്ങൾ നടക്കുന്നത് തുറന്നുകൊണ്ടാണെങ്കിൽ അലമാര ഉദ്ഘാടനം ചെയ്യുന്നത് അത് അടച്ചുകൊണ്ടാണ്. മനസ്സിലായില്ലേ? എനിക്കും ഒരു പുസ്തകം വേണം. വീട്ടിലിരുന്ന് കഥയും കവിതയും ഒക്കെ വായിക്കാനാ. എനിക്ക് ഈ പുസ്തകങ്ങളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കാൻ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേരാണ് സ്റ്റോക്ക് രജിസ്റ്റർ. എന്ത് രജിസ്റ്റർ? ആ പുസ്തകം ഇതുവരെ എത്തിയിട്ടില്ല. അതിപ്പോ എനിക്കെങ്ങനെയാ പറയാനോ? എത്തിയാലെത്തി. പിടികിട്ടി. ഈ പുസ്തകങ്ങളൊക്കെ പൊതിയാനുള്ള കടലാസുണ്ടല്ലോ, അതെത്തിയില്ല. ഈ പുസ്തകങ്ങളൊക്കെ നമ്മളിടേണ്ട മറ്റുണ്ടല്ലോ, അതുണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം തരുമ്പോൾ പക്ഷേ പുസ്തകമാണ് പുസ്തകം. പോയി പഠിക്കാനുള്ള പഠിക്കുക. ഒന്നുമില്ലെങ്കിലും അക്ഷരശുദ്ധിക്ക് വേണ്ടി കിളിരൂരുരുളി വാലുരുളി എന്നൊരുവിടെ. കിളിരൂരുരുളി വാലുരുളി.
കളി കളിക്കരുത്. കുട്ടികളെ, ആ കളി കളിക്കരുത്. കുട്ടികളെ, ആ കളി കളിക്കരുത്. മനസ്സച്ചെപ്പ് തുറന്നു ഞങ്ങൾ കാതലാം കാര്യങ്ങളോതാലോ, കാര്യമുത്തുകൾ കോർത്തു ഞങ്ങൾ കാരണമാലകൾ കെട്ടാലോ. കൂട്ടുകാരെ, ഞാൻ കഥയാണ്. ഞാൻ നിങ്ങൾക്ക് നല്ല കഥ പറഞ്ഞു തരാം. പഞ്ചതന്ത്രം കഥകൾ, ഈസോപ്പ് കഥകൾ, നർമ്മ കഥകൾ, മഹാഭാരത കഥകൾ, അങ്ങനെ എത്രയെത്ര കഥകൾ. വരൂ. ഞങ്ങൾക്ക് കഥ കേൾക്കണം. ഭാവനയിലൂടെ പറക്കണം. കൂട്ടുകാരെ, ഞാൻ നല്ലൊരു കവിത ചൊല്ലാം. ഈ പ്രപഞ്ചത്തെ തന്നെ ഒരു മഞ്ഞുതുള്ളിയിൽ ആവാഹിച്ച കവിത. കവിതകൾ പാടി നടക്കേണ്ട നിങ്ങൾക്ക് ആദ്യം ഒരു കഥയാവട്ടെ. കൂട്ടുകാരെ, നേരത്തെ അരുതെന്ന് പറഞ്ഞ ആ കളി ഇനി കളിക്കോ? അത്തരം കളികളുമായി കുറെ കുട്ടികൾ ഒരിടത്ത് ചിരിച്ച് രസിച്ച് ജീവിച്ചിരുന്നു. ആ കഥ കേൾക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ പ്രായത്തിലുള്ള കുറെ കുട്ടികൾ ഒരിടത്ത് അതാ അവരെത്തിക്കഴിഞ്ഞു. എനിക്ക്
നിങ്ങൾ രണ്ടുപേരും പരസ്പരം 1 മുതൽ 10 വരെ പത്താമൻ തൂക്കി കൊല്ലപ്പെടും. 1, 2, 3, 4, 5, 6, 7, 8, 9, Hey!
മാഷേ, ഇനി ഒരു പുസ്തകം തരുമോ? മാഷേ, എനിക്കും കുട്ടികളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു നടന്ന് പരീക്ഷയിൽ എങ്ങനെ തോറ്റാൽ നിങ്ങളുടെ രക്ഷിതാക്കൾ എന്നെ വഴക്ക് പറയില്ലേ? പ്രിയമുള്ള അധ്യാപകരെ, ഈ ചിതലരിച്ച അലമാരയിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ എറിഞ്ഞു കൊടുക്കൂ. ഇവർ പഠിക്കട്ടെ, ഇവർ വളരട്ടെ. la